ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നന്ദുക്കുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആൾക്ക് 2 വയസ്സായി. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഇത്തവണ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്തവണ സെലിബ്രേറ്റ് ചെയ്യുന്നത് പുറത്താണ് കേട്ടോ. അപ്പോൾ പുറത്ത് പോകുന്നതിന് മുന്നായിട്ട് ഡാഡിയും മമ്മിയും കൂടി ഒരു കേക്ക് വാങ്ങിച്ചോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കേക്ക് കട്ട് ചെയ്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കേക്ക് കട്ടിങ് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമ്മൾ കട്ട് ചെയ്തു. നമ്മൾ നേരെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. പിന്നെ നമ്മുടെ നന്ദുക്കുട്ടന് 2 വയസ്സായി. അപ്പം നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല, നമ്മുടെ ഫാമിലി മാത്രമായിട്ടുള്ള ഒരു കുട്ടി സെലിബ്രേഷൻ. കേക്ക് മുറിക്കാൻ പോവാണ് നമ്മള്. അപ്പോ എവിടെ കേക്ക് മുറിക്കാൻ പോണേ? എവിടെ? നമ്മുടെ ആലുവയിൽ ഒരു റെസ്റ്റോറന്റിലാണ് കേട്ടോ കേക്ക് മുറിക്കുന്നത്. അപ്പൊ ഞാനും ഹസ്ബൻഡും നന്ദുക്കുട്ടനും ഉണ്ട്. ചേട്ടനും ചേച്ചിയും അച്ഛനും അമ്മയും ഒക്കെ ബാക്കിൽ വരുന്നുണ്ട്. നീ വീട്ടിൽ പോയി എൻ്റെ അച്ഛനമ്മേനെയും വിളിക്കണം. അമ്മമ്മയുണ്ട്, അമ്മമ്മേനെയും വിളിച്ചിട്ട് വേണം നമുക്ക് കേക്ക് മുറിക്കാൻ പോവാൻ. അപ്പൊ നന്ദുക്കുട്ടന് എത്ര വയസ്സായി? 2 വയസ്സായി. അങ്ങനെ ഈ 2 വയസ്സ് എത്ര പെട്ടെന്നായി എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. ഇന്നാണ് നമ്മുടെ കൈ കിട്ടിയ പോലെ ഉണ്ട്. എന്ത് പെട്ടെന്നാണ് സമയമൊക്കെ പോണത്. നന്ദുടു നന്ദുടു ഹായ് പറഞ്ഞേ. ഹായ് ഹായ് ഹായ്. എന്റെ കുട്ടി വ്ളോഗറാണ് അല്ലേ നന്ദുക്കുട്ട? കുട്ടി വ്ളോഗർ. കേക്ക് മുറിക്കാൻ. നന്ദുവിന്റെ പേരെന്താ? തനുദർശൻ. അമ്മുന്റെ പേരെന്താ? ഐശ്വര്യ. കണ്ണച്ചന്റെ പേരെന്താ? അഭിജിത്ത്. അങ്ങനെ എൻ്റെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ അച്ഛനമ്മയൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നന്ദുക്കുട്ടന് അച്ഛൻ്റെയും അമ്മമ്മയുടെയും വകയുള്ള ബർത്ത്ഡേ സമ്മാനം കേട്ടോ. അപ്പോൾ അവനൊരു ഭയങ്കര JCB പ്രാന്തനാണ്. അപ്പോൾ ഒരു JCB ആണ് കേട്ടോ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു കുഞ്ഞു കാറും ഉണ്ടായിരുന്നു കേട്ടോ അവന് കളിക്കാനായിട്ട്. അങ്ങനെ ആ സമ്മാനം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് അതൊക്കെ വെച്ച് ഓടിച്ച് നോക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അച്ഛൻ ആ കാറും കൂടി എങ്ങനെയാണ് ഓണാക്കണേന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അതിനകത്തായിരുന്നു കളി കേട്ടോ. അങ്ങനെ 2 വണ്ടിയും കിട്ടിയതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് ആള്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വെച്ച് റെഡിയായിട്ട് നിന്നപ്പോഴാണ് അതാ നമ്മുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വക ഒരു സമ്മാനം വരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ സോമ മുത്തശ്ശൻ്റെയും പുഷ്പ മുത്തശ്ശിയുടെയും വക നന്ദുക്കുട്ടനുള്ള പിറന്നാൾ സമ്മാനമായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ സമ്മാനമൊക്കെ കിട്ടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ നമ്മുടെ റെസ്റ്റോറൻറ്റ് അവിടെ എത്തി കേട്ടോ. ആലുവയിലാണ് പ്ലേസ് വരുന്നത്. നമ്മൾ ആക്ച്വലി ഓൺലൈൻ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ പ്ലേസ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്കങ്ങനെ എങ്ങനെ ഉണ്ടാവുന്ന ഒന്നും നമുക്കറിയില്ല. നമ്മൾ വലിയ എക്സ്പെക്റ്റേഷനും ഒന്നും വച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ശരിക്കും നമ്മൾ അവിടെ എത്തിയപ്പോൾ ഞെട്ടിപ്പോയി. കാരണം അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. അവർ ഡെക്കറേറ്റ് ചെയ്തതും അവിടുത്തെ ആംബിയൻസും അടിപൊളിയായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല നമ്മൾ വീട്ടിൽ ഇതുപോലെ നടത്തുവാണെങ്കിൽ എന്തായാലും നല്ലൊരു റേറ്റ് ആവും. ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ കൊച്ചിൻ്റെ ബർത്ത്ഡേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായി നടന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല ഗ്രാൻഡായിട്ട് നമുക്ക് പരിപാടി നടത്താൻ പറ്റി കേട്ടോ. ഞാൻ ഈ കഫേയുടെ പേര് പറഞ്ഞില്ല, സുക്കൂൺ എന്നാണ് കേട്ടോ നമ്മുടെ ഈ കഫേയുടെ പേര് വരുന്നത്. ഞാൻ പറ്റുവാണെങ്കിൽ അവരിതിനകത്ത് മെൻഷൻ ചെയ്തേക്കാം. നല്ല അടിപൊളിയായിട്ട് നമുക്ക് പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് തന്നത് അവരാണ് കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഒരു ഫംഗ്ഷൻ നടത്തണമെന്നുണ്ടെങ്കിലും അവിടെ നല്ല സ്പേസും ഉണ്ട്. നന്നായിട്ട് അവരത് ചെയ്തും തരും കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെങ്കിലും അടിപൊളി സർവീസായിരുന്നു അവരുടെ. നമുക്ക് എല്ലാ തരത്തിലും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല സ്പേസും ഉണ്ട്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും നമ്മുടെ നന്ദുക്കുട്ടന് കേക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം കേക്ക് കട്ട് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൻ കേക്കൊക്കെ കട്ട് ചെയ്തപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഫോട്ടോ സെക്ഷനാണ് കേട്ടോ. എല്ലാവരും നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ എൻ്റെ കൂടെ അമ്മമ്മയുണ്ട് കേട്ടോ. അമ്മയുടെ അമ്മയാണ്. അമ്മമ്മയും ഭയങ്കര
ഭയങ്കര ഹാപ്പി ആയിട്ടോ. ആൾ പറയുകയും ചെയ്തു എനിക്ക് ഭയങ്കര സന്തോഷമായി. ആൾ കുറേ നാളൊക്കെ കൂടിയിട്ടാണ് ആൾ പുറത്തൊക്കെ പോണതും ഫുഡ് കഴിക്കുന്നതൊക്കെ. അപ്പോൾ അതിൻ്റേതായ ഭയങ്കര സന്തോഷവും ഹാപ്പിനെസ്സും ആൾക്കുണ്ടായിരുന്നു കേട്ടോ. ആളുടെ ഫേസിലും നമുക്കത് കാണാമായിരുന്നു. ആൾ നമ്മളോട് പറയുകയും ചെയ്തു കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്ന ഒരു ഡേ ആണിത്. നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ഫങ്ഷനും പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുക, അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണല്ലോ. അത് മാത്രമല്ല നമുക്കിത് ഇത്ര സ്പെഷ്യൽ ആവാനായിട്ടുള്ള കാരണം നമ്മുടെ ചേട്ടനും ചേച്ചിയൊക്കെ ഒരു 2-2.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നാട്ടിൽ കാലമെത്തിയത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഒന്നിച്ച് ആഘോഷിക്കുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ മാരേജിന് ശേഷം എല്ലാവരെയും ഒരുമിച്ച് കിട്ടാനുള്ളൊരു ടൈം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ആ ഒരു സന്തോഷം നമുക്ക് ആദ്യമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാനും പറ്റുന്നത് കേട്ടോ. അങ്ങനെ എന്തുകൊണ്ടും അടിപൊളിയായിരുന്നു നമ്മുടെ നന്ദുക്കുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അവിടെ നിന്നല്ല കേട്ടോ ഫുഡ് കഴിച്ചത്. അവിടെ ഉണ്ട്, പക്ഷേ എല്ലാ ഐറ്റംസും ഒന്നുമില്ല. അപ്പം നമ്മൾ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ അൽസാജി പോയിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ നമ്മുടെ നന്ദൂട്ടൻ്റെ അവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൾ ബലൂൺ എല്ലാം എടുത്ത് ഓരോന്നായിട്ട് പൊട്ടിക്കാൻ തുടങ്ങി കേട്ടോ. അച്ചാച്ചൻ എവിടെ നിന്നോ ഒരു മറ്റേ ടൂത്ത് പിക്കിളുണ്ടല്ലോ നമ്മുടെ, അതും എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതും വെച്ചിട്ട് ആൾ നന്നായിട്ട് എല്ലാ ബലൂണും ഒരു പേടിയില്ല എല്ലാം ഇരുന്ന് അവിടെ ഇരുന്ന് പൊട്ടിച്ചിട്ടാണ് കേട്ടോ പിന്നെ ആൾ പോകുന്നത്. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ അവിടെ നിന്ന് അൽസാജിലോട്ടാണ് കേട്ടോ പോയത്. അതുപോലെ തന്നെ നമ്മുടെ കഫേയുടെ കുറച്ച് പോർഷൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ചിലപ്പോൾ എനിക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഈ വീഡിയോടൊപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആംബിയൻസ് ഒക്കെ നിങ്ങളെ കൂടി കാണിക്കാനായിട്ട്. നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ നടത്തണമെങ്കിൽ യൂസ് ആവുമല്ലോ. അപ്പോൾ വേണമെന്നുള്ളവർ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അടിപൊളി സർവീസാണ് അവരുടെ. ഞാൻ വീണ്ടും പറയാണ്, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അവർ തന്നെയാണ് നമുക്ക് കേക്കൊക്കെ സെറ്റ് ചെയ്ത് തന്നത് കേട്ടോ. കേക്കൊക്കെ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇതുപോലെ തന്നെ നമുക്ക് ബലൂണിൻ്റെ കളേഴ്സ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഞങ്ങളിപ്പോൾ സെലക്ട് ചെയ്തത് ഈ ഒരു കളറായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ബലൂൺ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. കണ്ടതാ, ഇതുപോലെ നമ്മുടെ ഫാമിലി ആയിട്ട് വന്നിരുന്ന് എല്ലാവർക്കും സംസാരിച്ച് എല്ലാവർക്കും അടിപൊളിയായിട്ടൊരു വൈബ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ വേണ്ടവർ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട് കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. സോ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അൽസാജിൽ വന്നു. പക്ഷേ അവിടെ പോയിട്ടുള്ളവർക്കറിയാം എപ്പോഴും നല്ല തിരക്ക് തന്നെയായിരിക്കും. ഞങ്ങൾ ചെന്നപ്പോഴും നല്ല തിരക്കായിരുന്നു. കുറച്ചധികം സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. പക്ഷേ വെയിറ്റ് ചെയ്തതിന് ഒരു റിഗ്രറ്റും ഇല്ല. കാരണം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് അവിടുത്തെ ഫുഡ് കേട്ടോ. ഞങ്ങൾ കഴിച്ച എല്ലാ ഫുഡും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നത് നമ്മളൊരു 10 പേരോളം ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് ഇരിക്കാനുള്ളൊരു സ്പേസ് നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മുടെ നന്ദുക്കുട്ടൻ ഫുൾ എനർജി ആയിരുന്നു കേട്ടോ. ബർത്ത്ഡേ ആയിട്ട് ആൾ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അതും ബിരിയാണിയൊക്കെ തന്നെ കഴിക്കായിരുന്നു കേട്ടോ. അപ്പം നമ്മൾക്കത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ആളങ്ങനെ ഇരുന്ന് കഴിക്കാറില്ല, പക്ഷെ ഇത്തവണ ആൾ ആരെയും ബുദ്ധിമുട്ടിച്ചില്ല, ഫുഡൊക്കെ തന്നെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നന്ദുക്കുട്ടൻ്റെ കുട്ടി ബർത്ത്ഡേ വ്ലോഗ് കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ബൈ.